നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ലോക ഫുട്ബോളിലെ തന്നെ ഹേറ്റേഴ്സ് ഇല്ലാത്ത ഏറ്റവും മിടുക്കനായിട്ടുള്ള മിഡ്ഫീൽഡറിനെ പറ്റിയാണ്. എങ്കോളോ കാന്റേ എന്ന താരത്തെ ലോകം അറിയുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ ചെറുപ്രായത്തിൽ അദ്ദേഹം കുപ്പിയും പാട്ടയും അടങ്ങുന്ന മാലിന്യങ്ങൾ ശേഖരിച്ച് വിൽക്കുന്ന ജോലിയായിരുന്നു ചെയ്തിരുന്നത്. തന്റെ അസാധാരണമായിട്ടുള്ള സ്റ്റാമിനയും ഡിഫെൻഡിങ് സ്കില്ലുകളും അദ്ദേഹത്തിന് ചെറുപ്രായത്തിൽ തന്നെ കൂടപ്പിറപ്പായിട്ടുണ്ടായിരുന്നു എന്നത് വാസ്തവമാണ്. ചെറുപ്രായത്തിൽ അദ്ദേഹത്തിന്റെ പിതാവ് മരിച്ചതിന് ശേഷം കടുത്ത ദാരിദ്ര്യത്തിലായിരുന്നു എങ്കോളോ കാന്റേ ജീവിച്ചിരുന്നത്. പിന്നീട് കാന്റേ ഫ്രാൻസിലെ ലോവർ ഡിവിഷൻ ക്ലബായിട്ടുള്ള ജയൻ സുരൻസ് എന്ന ക്ലബിലൂടെ അദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ച കഴിവുകൾ അക്കാദമിയിലൂടെ പുറത്തെടുക്കാൻ തുടങ്ങി. പിന്നീട് ഫ്രാൻസിലെ സെക്കൻഡ് ഡിവിഷൻ ക്ലബായിട്ടുള്ള SM കാനിലൂടെ അദ്ദേഹം യൂറോപ്യൻ ഫുട്ബോളിലേക്ക് ശ്രദ്ധയാകർഷിക്കാൻ തുടങ്ങി. അങ്ങനെ വർഷം 2015 കാന്റേ ഇംഗ്ലീഷ് ക്ലബായിട്ടുള്ള ലെസ്റ്റർ സിറ്റിയുമായി കരാർ ഒപ്പുവെച്ചു. പിന്നീട് ഫുട്ബോൾ ലോകം കണ്ടത് ലോക ഫുട്ബോളിലെ ഏറ്റവും വലിയ അട്ടിമറികളൊന്നായിരുന്നു. അങ്ങനെ വർഷം 2015 ലെസ്റ്റർ സിറ്റി ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കിരീടം സ്വന്തമാക്കുമ്പോൾ കാന്റേ ടീമിന്റെ പ്രധാനമായിട്ടുള്ള താരങ്ങളിൽ ഒരാളായി മാറി. അങ്ങനെ വർഷം 2017 ഇംഗ്ലീഷ് ക്ലബായിട്ടുള്ള ചെൽസി കാന്റേയെ സ്വന്തമാക്കുന്നു. ലെസ്റ്റർ സിറ്റിക്ക് വേണ്ടി അത്യുഗ്രം പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള എങ്കോളോ കാന്റേയെ ചെൽസിയിലെത്തിയതിനു ശേഷം ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകർ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. ചെൽസിയിലെത്തിയതിനു ശേഷം അദ്ദേഹത്തിന്റെ പ്രകടനം ഡീറ്റെയിൽ ആയി വിലയിരുത്തുകയാണെങ്കിൽ അദ്ദേഹത്തിന് 2 ഹൃദയമുണ്ടോ എന്നുള്ള കാര്യത്തിൽ വരെ ആരാധകർക്ക് സംശയമുണ്ടായിരുന്നു. മറികടന്ന് ഗോൾ അടിക്കുന്നത് അത്ര എളുപ്പമായിട്ടുള്ള കാര്യമല്ല. കാന്റേ മിഡ്ഫീൽഡിലുണ്ടെങ്കിൽ തന്നെ അറ്റാക്കിലും ഡിഫൻസിലും ഒരുപോലെ കോൺട്രിബ്യൂഷൻ നടത്തുകയും ചെയ്യും. മത്സരത്തിന്റെ 90 മിനിറ്റിലും ഒരു കിതപ്പുമില്ലാതെ മൈതാന മധ്യങ്ങളിൽ ഓടിപ്പായുന്ന എങ്കോളോ കാന്റേ തീർത്തും വിസ്മയമാണ്. പിന്നീട് ചെൽസിക്ക് വേണ്ടി ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കിരീടവും ചാമ്പ്യൻസ് ലീഗും സ്വന്തമാക്കിക്കൊണ്ടാണ് എങ്കോളോ കാന്റേ ചെൽസി വിടുന്നത്. അങ്ങനെ വർഷം 2018 ഫ്രാൻസ് ആ ലോകകപ്പ് കിരീടം സ്വന്തമാക്കുമ്പോൾ കാന്റേയുടെ പങ്ക് ചെറുതൊന്നുമായിരുന്നില്ല. മറ്റു താരങ്ങളെല്ലാം ട്രോഫി എടുത്ത് ആഘോഷിക്കുമ്പോൾ കാന്റേയുടെ ആഘോഷം വളരെ ലളിതമായിട്ടുള്ളതായിരുന്നു. 2018 ലോകകപ്പിൽ അർജന്റീന ഫ്രാൻസിനെ നേരിടുമ്പോൾ കണ്ണിന് ചുറ്റും കുത്താതെ ഓടി നടക്കുന്ന തേനീച്ചയെ പോലെയായിരുന്നു മെസ്സിയെ കാന്റേ വേട്ടയാടിയിരുന്നത്. ഫ്രാൻസ് ദേശീയ ടീമിന്റെ ഒരു ഫൗണ്ടേഷൻ തന്നെയാണ് പോഗ്ബയും കാന്റേയും ഒരുമിച്ച് കളിക്കുന്നത്. ഇരുവരും ഒരുമിച്ച് കളിക്കാൻ ഇറങ്ങിയ ഒരൊറ്റ മത്സരം പോലും ഫ്രാൻസ് നാഷണൽ ടീം തോറ്റിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യം.